അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി അതിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക് പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ക്ലാസ്സസ്, ഏതെല്ലാം ക്ലാസ്സസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടെന്ന്. ഒരുപാട് ക്ലാസ്സസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ആ ഓരോ ക്ലാസ്സിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ 5, 10, ചിലപ്പോൾ 15, 20 ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഓരോ ക്ലാസ്സിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്ലാസ്സസ് ആണ്, ആ ഓരോ ക്ലാസ്സസിൻ്റെയും ഓരോ ക്ലാസ്സിലും എത്ര ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസസ് എന്താണ്, ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിലൊരു ബീറ്റാ ലാക്ടം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്. ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ക്ലാസ്സുകളിൽ കോമൺ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകളുടെ അല്ലെങ്കിൽ ക്ലാസ്സുകളുടെ ഒരു മോളിക്കുലർ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ബീറ്റാ ലാക്ടം എന്ന് പറഞ്ഞൊരു റിങ് ഉണ്ടാവും. അത് ചില ക്ലാസ്സുകൾക്ക് കോമൺ ആണ്, ബീറ്റാ ലാക്ടം റിങ്. അപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ക്ലാസ്സിലെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സസ് ഓഫ് ആൻറ്റിബയോട്ടിക്കിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിൽ ഒരു ബീറ്റാ ലാക്ടം റിങ് കാണപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം ബീറ്റാ ലാക്ടം റിങ് കാണപ്പെടുന്ന ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നമ്മൾ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബീറ്റാ ലാക്ടമൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പെൻസിലിനും സെഫാലോസ്പോറിനും കേട്ടോ. പെൻസിലും സെഫാലോസ്പോറിനുമാണ് പ്രധാനമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്. പിന്നെ വരുന്നത് കാർബാപെനംസ് ഉണ്ട്, അതുപോലെ തന്നെ മോണോബാക്ടംസ് ഉണ്ട്, മാക്രോലിഡ്സ് ഉണ്ട്, കീറ്റോലിഡ്സ് ഉണ്ട്, അമിനോഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോറോക്വൈനോൺസ് ഉണ്ട്, അതുപോലെ ടെട്രാസൈക്ലിൻസ്, അതുപോലെ തന്നെ ആംഫിനിയോകോൾസ്. ഇത്രയും ക്ലാസ്സസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആണുള്ളത്. അതിൽ ചിലതൊക്കെ എന്താണ്, ആദ്യം പറഞ്ഞ കുറേ എണ്ണം അത് ബീറ്റാ ലാക്ടം ഏജൻസ് ആണ്, അല്ലെങ്കിൽ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്തരം ക്ലാസ്സസ് ആണുള്ളത്. അപ്പോൾ ഓരോ ക്ലാസ്സസും എന്താണ്, അതിലുള്ള ആൻറ്റിബയോട്ടിക്സ് ഏതാണ്, അതിൻ്റെ യൂസസ് എന്താണ്, അല്ലെങ്കിൽ എന്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആൻറ്റിബയോട്ടിക്കുകൾ, ഇത്തരം ക്ലാസ്സസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് പെൻസിലിൻ. പെൻസിലിൻ നമുക്കറിയാം ഏറ്റവും ഓൾഡസ്റ്റ് ക്ലാസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആണ്, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഉണ്ടായ കാലം മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് പെൻസിലിൻ. ഇത് നാച്ചുറലാണ് കേട്ടോ. പെൻസിലിൻ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക്സ് ആണ്, അല്ലെങ്കിൽ ബാക്ടീരിയ നിന്നും ഫംഗസ് എന്നൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഈ പെൻസിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബീറ്റാ ലാക്ടം റിങ് ഉണ്ട്. ഇതിൻ്റെ മാത്രമല്ല നെക്സ്റ്റ് ക്ലാസ്സസ് ആയ സെഫാലോസ്പോറിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും അതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതിൽ നമുക്ക് ഈ ബീറ്റാ ലാക്ടം റിങ്സ് കാണപ്പെടും. അപ്പോൾ ബീറ്റാ ലാക്ടം റിങ്സ് കാണപ്പെടുന്ന ക്ലാസ്സസ് ഓഫ് ആൻറ്റിബയോട്ടിക്സിനാണ് നമ്മൾ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പെൻസിലിൻ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയസിഡൽ ഏജൻ്റാണ്, ബാക്ടീരിയസിഡൽ ഏജൻ്റാണ്. ഇത് ബാക്ടീരിയനെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യല്ല, പകരം എന്താണ്, ഈ ബാക്ടീരിയനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഈ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ, ഡെൻ്റൽ ഇൻഫെക്ഷനൊക്കെ ട്രീറ്റ് ചെയ്യാൻ, നമുക്ക് ചെവിക്കൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ, നമുക്ക് റെസ്പിറേറ്ററി അല്ലെങ്കിൽ നമ്മുടെ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ, ഗൊണോറിയൻ ട്രീറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ പെൻസിലിൻ ഉപയോഗിക്കുക. എന്നിരുന്നാലും ഈ കാലത്ത് പെൻസിലിന് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും ഓൾഡസ്റ്റ് ജനറേഷൻ ആൻറ്റിബയോട്ടിക്സ് ആണ്. ഇപ്പോൾ നമുക്ക് അതിന് പകരം പുതിയ പുതിയ ജനറേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി പെൻസിലിൻ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ പെൻസിലിനാണ് നമ്മൾ പെൻസിലിൻ ജി എന്ന് പറയുന്നത് കേട്ടോ. നാച്ചുറൽ പെൻസിലിന് പറയുന്ന പേരാണ് പെൻസിലിൻ ജി. അതുപോലെ തന്നെ വേറൊരു പെൻസിലാണ് പെൻസിലിനേസ് റെസിസ്റ്റൻറ്റ് പെൻസിലിൻ. അതായത് ചില മൈക്രോ ഓർഗാനിസങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ പെൻസിലിനേസ് എന്ന് പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈമിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള പെൻസിലിൻസിനെയാണ് നമ്മൾ പെൻസിലിനേസ് റെസിസ്റ്റൻറ്റ് പെൻസിലിൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് മെത്തിസിലിനും ഓക്സാസിലിനും. വേറൊന്നാണ് അമിനോ പെൻസിലിൻസിൻ്റെ എക്സാമ്പിൾസാണ് ആംബിസിലിന്, അമോക്സിസിലിന്. അമോക്സിസിലിൻ ഇപ്പോഴും നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക്സ് ആണ്. ഇനി പെൻസിലിൻ്റെ സൈഡ് എഫക്ട്സ്, ഡയറിയ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം എന്താണ് ഡയറിയ, നോസിയ അല്ലെ, ഓക്കാനം, അതുപോലെ ഛർദി, സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവുക, ഇതൊക്കെയാണ് സാധാരണ കാണപ്പെടുന്നത്. ഇനി റെയർ കേസിൽ എന്ത് ചെയ്യും,
ഈ ചിലപ്പോൾ ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഒരു ടെസ്റ്റ് ഡോസ് കയ്യിൽ കുത്തിവെച്ച് എന്തെങ്കിലും ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അയാൾക്ക് ഇഞ്ചക്ഷൻ പൂർണ്ണമായിട്ട് അയാളുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. കേട്ടോ, ഇപ്പം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല പെൻസിലിൻ. എന്നാലും ഇനി അതുപോലെ തന്നെ സ്കിൻ റാഷസ് ഉണ്ടാവും, ഫീവർ ഉണ്ടാവും, അനഫൈലാറ്റിക് ഷോക്സ് അല്ലേ. അനഫൈലാക്സിസ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്, പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പെൻസിൽസ് ആർ ക്ലാസസ് ആസ് കാറ്റഗറി ബി ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിലൊക്കെ കൊടുക്കാൻ പറ്റിയ സേഫ് മെഡിസിനാണ്. അതാണ് കാറ്റഗറി ബി കേട്ടോ. കാറ്റഗറി ബി ആണെങ്കിൽ നമുക്ക് സേഫായിട്ട് ഈ മെഡിസിന് കൊടുക്കാൻ പറ്റും. ഇനി അടുത്താണ് സെഫാലോസ്പോറിൻ. അടുത്ത ക്ലാസ്സാണ് സെഫാലോസ്പോറിൻ. സെഫാലോസ്പോറിൻ ഹാവ് എ മെക്കാനിസം ഓഫ് ആക്ഷൻ ഐഡൻറ്റിക്കൽ ടു ദാറ്റ് ഓഫ് പെൻസിലിൻസ്. പെൻസിലിൻ്റെ അതേ മെക്കാനിസം ഓഫ് ആക്ഷനാണ് നമ്മുടെ സെഫാലോസ്പോറിനുള്ളത്. ദേ ഇൻ്റർഫിയർ വിത്ത് സിന്തസിസ് ഓഫ് ബാക്ടീരിയൽ സെൽ വാൾ ആൻഡ് സോ ആർ ബാക്ടീരിയസിഡൽ അല്ലേ. ഇത് ബാക്ടീരിയനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ബാക്ടീരിയ സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സെഫാലോസ്പോറിന് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അത് ന്യൂമോണിയനെ ട്രീറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് മൂലം ഉണ്ടാകുന്ന ത്രോട്ട് പെയിൻ അല്ലെങ്കിൽ സോർ ത്രോട്ടിന് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റഫൈലോകോക്കസ് ഇൻഫെക്ഷന് വേണ്ടിയിട്ട്, ടോൺസിലൈറ്റിസ്, നമുക്ക് ടോൺസിലൈറ്റിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ബ്രോങ്കൈറ്റിസ് ബ്രോങ്കസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ബ്രോങ്കസിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒട്ടിറ്റിസ് മീഡിയ, മിഡിൽ ഇയറിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഗോണേറിയ, അതുപോലെ തന്നെ UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർജറിക്ക് വേണ്ടിയിട്ട് സർജിക്കൽ പ്രൊഫൈലാക്സിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സെഫാലാക്സിൻ ക്യാൻ ഓൾസോ യൂസ് ടു ട്രീറ്റ് ബോൺ ഇൻഫെക്ഷൻ അല്ലേ. എല്ലിന് ഇൻഫെക്ഷൻ ഉണ്ടായാൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് ഈ സെഫാലോസ്പോറിൻ എന്ന് പറയുന്നത്. ഈ സെഫാലോസ്പോറിന് 5 ജനറേഷൻസ് ഉണ്ട്, 5 ജനറേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് 5th ജനറേഷൻ ഓഫ് സെഫാലോസ്പോറിനാണ്. അപ്പോൾ ഓരോ സെഫാലോസ്പോറിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സെഫാലോസ്പോറിലെ ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവിന് എതിരെയായിരുന്നു മികച്ച ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത്. അതേസമയം ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിനെതിരെ വളരെ ചെറിയ രീതിയിലുള്ളൊരു കവറേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ ഗ്രാം പോസിറ്റീവിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ ഉപയോഗിച്ചത്. അതേസമയം ഗ്രാം നെഗറ്റീവിനെ അത്ര കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷനിലൊക്കെ നമ്മൾ പോയത്. ഇനി ഏതൊക്കെയാണ് ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിനുള്ളത് നോക്കാം. അതിലുള്ളത് ഏതൊക്കെയാണ്? സെഫ്രാഡിന്, സെഫാലെക്സിന്, സെഫാട്രോക്സിൽസ്. ഇത്രയും ആൻറ്റിബയോട്ടിക്സ് ആണ് സാധാരണ. ഒരുപാട് എണ്ണം ഉണ്ട്, എന്നാലും അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ഫസ്റ്റ് ജനറേഷനിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള സെഫാലോസ്പോറിൻസ് ആണ് ഈ 3 എണ്ണം. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ ആൻറ്റിബയോട്ടിക്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രാം പോസിറ്റീവിനെതിരായിരുന്നു ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് വൈഡായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ ഒരു കുറവും കൂടി പരിഹരിച്ചിട്ട് ഗ്രാം നെഗറ്റീവിനെതിരെയും മികച്ചൊരു സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി നമ്മുടെ സെക്കൻഡ് ജനറേഷനിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് ആദ്യത്തെ ജനറേഷനിൽ നിന്നും കുറച്ചുകൂടെ ഇന്നോവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള സെക്കൻഡ് ജനറേഷൻ ഓഫ് സെഫാലോസ്പോറിൻ ഉണ്ടാക്കിയത്. അതാണ് ഇൻ അഡീഷൻ ടു ദി ഗ്രാം പോസിറ്റീവ് സ്പെക്ട്രം ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻസ് ദീസ് എഗെയിൻസ്റ്റ് ഹാവ് എക്സ്പാൻഡഡ് ഗ്രാം നെഗറ്റീവ് സ്പെക്ട്രം. ഗ്രാം നെഗറ്റീവിനെതിരെയും വലിയൊരു സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റിയുള്ള ആൻറ്റിബയോട്ടിക്കാണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് സെഫാലോസ്പോറിൻ. ഇനി മാത്രമല്ല ഈ ബാക്ടീരിയോയിഡ് ഫ്രാജിലിസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയക്കെതിരെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ആൻറ്റിബയോട്ടിക്. അതിന് സെഫോക്സിറ്റിൻ ആൻഡ് സെഫോടെറ്റൻ, ഈ 2 ആൻറ്റിബയോട്ടിക്കാണ് ഈ ബാക്ടീരിയോയിഡ്സ് ഫ്രാജിലിസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. സെക്കൻഡ് ജനറേഷനിൽ വരുന്നത് സെഫാക്ലോറ്, സെഫ്യൂറോക്സിം. സെഫാക്ലോറും സെഫ്യൂറോക്സൈമുമാണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി
തേർഡ് ജനറേഷൻ ആൻറ്റിബയോട്ടിക്. ഈ തേർഡ് ജനറേഷൻ ആൻറ്റിബയോട്ടിക് വന്നപ്പോൾ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ കുറച്ചും കൂടെ സെക്കൻഡ് ജനറേഷനുകളിൽ കുറച്ചും കൂടെ ഗ്രാം നെഗറ്റീവിനോട് എന്താണ് ഈ ഗ്രാം നെഗറ്റീവിനെ നശിപ്പിക്കാനുള്ളൊരു കപ്പാസിറ്റി തേർഡ് ജനറേഷൻ ഉണ്ടായി. ഇനി however some members of this group have decreased activity against gram positive organism. They have the advantages of convenient administration but they are expensive. അപ്പോൾ തേർഡ് ജനറേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി എക്സ്പെൻസീവാണ്, ഹൈലി എക്സ്പെൻസീവാണ്. മാത്രമല്ല ഗ്രാം നെഗറ്റീവിനെതിരെ കുറച്ചുകൂടി നല്ല ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാം പോസിറ്റീവിനെതിരെ കുറച്ച് ഡിക്രീസ്ഡ് ആക്ടിവിറ്റി. അപ്പോൾ നെഗറ്റീവിനെതിരെ വളരെ കൂടുതലുള്ള ഒരു സ്പെക്ട്രം ഉണ്ട്. അതേസമയം ഗ്രാം പോസിറ്റീവിനെതിരെ കുറച്ച് സ്പെക്ട്രം കുറവാണ്. അപ്പോൾ ഈ മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓറലായിട്ടോ അല്ലെങ്കിൽ ഇൻട്രാവീനസ് ആയിട്ടോ ഏത് രീതിയിലും നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാം. അതായത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും, കഴിക്കാൻ പറ്റും, ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിന് കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ തേർഡ് ജനറേഷനിൽ സാധാരണ വരുന്നത് സെപ്റ്റാസിഡിം, അതുപോലെ തന്നെ സെഫിക്സിങ്, സെഫാപെരോസോൺസ്, സെഫോടാക്സൈം, സെഫ്ട്രിയാക്സോണ്, സെഫ്റ്റിനിർ. ഇത്രയും ആൻറ്റിബയോട്ടിക്സാണ് നമ്മൾ സാധാരണ തേർഡ് ജനറേഷൻ സെഫാലോസ്പോറിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റാണ് ഫോർത്ത് ജനറേഷൻ സെഫാലോസ്പോറിൻ. ഇത് they are extended spectrum agents with similar activity against gram positive organism as first generation cephalosporin. They also have a great resistance to beta lactamase and then third generation antibiotics. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിനൊക്കെ പോലെ തന്നെയുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ ദേ ഹാവ് ഗ്രേറ്റർ റെസിസ്റ്റൻറ്റ് ബീറ്റാ ലാക്ടമൈസ്. ബീറ്റാ ലാക്ടമൈസ് എൻസൈമിനോട് വളരെ നല്ല റെസിസ്റ്റൻസ് കാണിക്കുന്ന ഒരു ക്ലാസസ് ഓഫ് ജനറേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക് കൂടുമാണ് ഇത്. Many fourth generation cephalosporin can cause blood-brain barrier and then effective to meningitis. ഇതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. അതായത് സാധാരണ ബ്ലഡിൽ നിന്ന് മോളിക്യൂൾസ് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലേക്ക് ക്രോസ് ചെയ്യാറില്ല. അപ്പോൾ അവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനില്ല. ആ മെംബ്രെയിനിലൂടെ ആവശ്യമുള്ള മോളിക്യൂൾസ് മാത്രമേ ബ്ലഡിൽ നിന്ന് CSFിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഒരു ബാരിയർ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനെ ക്രോസ് ചെയ്യാൻ മിക്കവാറും ആൻറ്റിബയോട്ടിക്കുകൾക്കോ മെഡിസിൻസിനോ കഴിയാറില്ല. അപ്പോൾ ഇത്തരം ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ജനറേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആണ് ഫോർത്ത് ജനറേഷൻ ആൻറ്റിബയോട്ടിക്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. Many fourth generation cephalosporin can cross blood-brain barrier and are effective in meningitis. The fourth generation include Cefepime. Cefepime ആണ് സാധാരണ ഈ ഫോർത്ത് ജനറേഷൻ സെഫാലോസ്പോറിനിൽ ഉൾപ്പെടുന്നത്. ഇനി ഫിഫ്ത്ത് ജനറേഷൻ സാധാരണ MRS മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റഫൈലോകോക്കസ് ഓറിയസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഫ്ത്ത് ജനറേഷൻ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ MRS മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റഫൈലോകോക്കസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നൊട്ടോറിയസ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ആണ്. സാധാരണ ആൻറ്റിബയോട്ടിക്കുകളൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ നശിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫിഫ്ത്ത് ജനറേഷൻ ആൻറ്റിബയോട്ടിക് ആണ്. പെൻസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റഫൈലോകോക്കസ്, ന്യൂമോണിയ, അതുപോലെ തന്നെ സ്യൂഡോമോണസ് എയറോഞ്ചോസ ആൻഡ് എൻഡ്രോകോക്കൈ. ഇതൊക്കെ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ഓർഗാനിസാണ്. ഇതിനെയൊക്കെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫിഫ്ത്ത് ജനറേഷൻ സെഫാലോസ്പോറിൻ. ഇതിൽ വരുന്നത് സെഫ്റ്റാറോലിൻ, അതുപോലെ തന്നെ സെഫ്റ്റോബിപ്രോൾ. ഈ രണ്ട് ആൻറ്റിബയോട്ടിക്കാണ് ഫിഫ്ത്ത് ജനറേഷൻ ഫിഫ്ത്ത് ജനറേഷൻ സെഫാലോസ്പോറിനിൽ വരുന്നത്. ഇനി സെഫാലോസ്പോറിൻ്റെ സൈഡ് എഫക്റ്റ് ഡയേറിയ, നോസിയ, മൈൽഡ് സ്റ്റൊമക് അപ്സെറ്റ്, ഇതൊക്കെയാണ് സാധാരണ വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 5 to 10% പേഷ്യൻ്റ് വിത്ത് അലർജിക് ഹൈപ്പർസെൻസിറ്റിവ് ടു പെൻസിലിൻ വിൽ ഓൾസോ ഹാവ് ക്രോസ് റിയാക്ടിവിറ്റി വിത്ത് സെഫാലോസ്പോറിൻ ആൻറ്റിബയോട്ടിക് ആർ ക്ലാസ്ഡ് പ്രഗ്നൻസി കാറ്റഗറി ബി. യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി കാർബാപ്പനംസ് അടുത്ത ക്ലാസ്സസ് ഓഫ് ആൻറ്റിബയോട്ടിക് ആണ്. കാർബാപ്പനം
കാർബാപ്പനം എന്ന് പറഞ്ഞാൽ ക്ലാസ് ഓഫ് ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക് വിത്ത് ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി. ഇതൊരു ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ആണ്. ബീറ്റാ ലാക്ടം റിങ് അതിൻ്റെ സ്ട്രക്ചറിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സും ഒരു ബീറ്റാ ലാക്ടം ഏജൻ്റ് ആണ്, അല്ലെങ്കിൽ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക് ആണ് ഇത്. ഹൈലി റെസിസ്റ്റൻറ്റ് ടു മോസ്റ്റ് ബീറ്റാ ലാക്ടാമൈസ് എൻസൈമിനെതിരെ ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. ആക്റ്റീവ് അഗെയിൻസ്റ്റ് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആൻഡ് അനേറോബ് വിത്ത് എക്സെപ്ഷൻ ഓഫ് ഇൻട്രാസെല്ലുലർ ബാക്ടീരിയ ടിപ്പിക്കൽ സച്ചാസ് ക്ലമീഡിയ പോലുള്ള അറ്റിപ്പിക്കൽ ബാക്ടീരിയ അല്ലാതെ മിക്കവാറും എല്ലാ ബാക്ടീരിയക്കെതിരെയും ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ഉള്ള ആൻറ്റിബയോട്ടിക് ആണ് കാർബാപ്പനംസ്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഇമിപെനം, അതുപോലെ തന്നെ മെരോപ്പനം. ഇമിപെനം ആൻഡ് മെരോപ്പനം, ഈ 2 ആൻറ്റിബയോട്ടിക്സ് ആണ് അതിൽ വരുന്നത്. ഇനി അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ഹെഡേക്ക്, റാഷ്, ചൊറിച്ചിൽ അല്ലെങ്കിൽ മുറിവുകളൊക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുക, അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അപ്സെറ്റ് വയറുണ്ടാവുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഫ്ലെബിറ്റിസ് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് വെയിനിൽ വീക്ക് ഉണ്ടാവുക, വെയിനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക, ഹൈപ്പോടെൻഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ സൈസസ് നമ്മളെ എന്താ പറയുക തലകറക്കം പോലുള്ള ഒരു മെൻ്റൽ ഇൽനെസ് ഉണ്ടാവുക, അതുപോലെ തന്നെ പേഷ്യൻ്റ് വിത്ത് റീനൽ ഡിസ്ഫങ്ഷൻ, കിഡ്നിക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക. ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് കേട്ടോ. അടുത്തത് മോണോബാക്ടംസ്. ഈ മോണോബാക്ടം ഒരു ബീറ്റാ ലാക്ടം കോമ്പൗണ്ടാണ്. ദ വർക്ക് ഓൺലി എഗെയിൻസ്റ്റ് എയറോബിക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഈ ക്ലാസസ് ഓഫ് ആൻറ്റിബയോട്ടിക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എയറോബിക് ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾക്കെതിരെ മാത്രം ഉപയോഗിക്കുന്ന ക്ലാസസ് ഓഫ് ആൻറ്റിബയോട്ടിക് ആണ് മോണോബാക്ടംസ്. അതായത് നൈസീരിയ, ഗൊണേറിയ, സ്യൂഡോമോണസ്, ഇതിനെതിരൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. The only commercially available monobactam antibiotic are ആസ്ട്രിയോണം. ആസ്ട്രിയോണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിൽ ഒറ്റ ആൻറ്റിബയോട്ടിക്കാണ്, അതാണ് ആസ്ട്രിയോണം. ഇതിൻ്റെ മോണോബാക്ടത്തിൻ്റെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ റാഷസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ നമ്മുടെ ലിവർ ഫങ്ഷനൊക്കെ ചെറിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അടുത്താണ് മാക്രോലിഡ്സ്. അടുത്ത ക്ലാസ്സാണ് മാക്രോലിഡ്സ്. Macrolides are bacteriostatic, binding with the bacterial ribosome to inhibit protein synthesis. ഇതൊരു ബാക്ടീരിയസിഡൽ അല്ല, ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജൻ്റ് ആണ്. അതായത് ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, കൊല്ലുന്നില്ല. മാക്രോലിഡ്സ് ആൻറ്റിബയോട്ടിക് ആർ യൂസ് ടു ട്രീറ്റ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫാരിഞ്ചൈറ്റിസ്, സിനസൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ജെനൈറ്റൽ ഇൻഫെക്ഷന്, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ഇൻഫെക്ഷന്, സ്കിൻ ഇൻഫെക്ഷന്, ഇതിനൊക്കെ എതിരെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് മാക്രോലിഡ് ഉപയോഗിക്കാം. മാക്രോലിഡ് സാധാരണ വരുന്നത് എറിത്രോമൈസിന്, ക്ലാരിത്രോമൈസിന്, അസിത്രോമൈസിന്, റോക്സിത്രോമൈസിൻ. ഇത്രയും ആൻറ്റിബയോട്ടിക്സ് ആണ് നമ്മുടെ മാക്രോലിഡിൽ വരുന്നത്. മാക്രോലിഡിലെ സൈഡ് എഫക്ട്സ് പറഞ്ഞാൽ നോസിയ, വോമിറ്റിംഗ്, ഡയറി, ഇൻഫ്രീക്വൻ്റ്ലി ദർ മേ ബി ടെമ്പററി ഓഡിയേറ്ററി ഇമ്പയർമെൻറ്റ്, ചെവിക്കൊക്കെ കേൾവിക്കൊക്കെ താൽക്കാലികമായിട്ടുള്ള ചില തകരാറുകളൊക്കെ വരാറുണ്ട്. അതുപോലെ നമ്മൾ എറിത്രോമൈസിനൊക്കെ നമ്മൾ ഓറൽ അല്ലെ വായിലൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും, വയറിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ സാധാരണ ഗതിയിൽ ഇഞ്ചക്ഷനാണ് കൊടുക്കുക. ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവും, ഈ ഫ്ലെബിറ്റിസ് അല്ലെങ്കിൽ നമുക്ക് തലകറക്കം പോലുള്ള വെയിൻ ഇൻഫ്ലമേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അത്രയൊക്കെ പഠിച്ചാൽ മതി. ഒരുപാട് സൈഡ് എഫക്ട്സുകൾ പറയണമെന്നില്ല. വേണമെങ്കിൽ മാക്രോലിഡ്സ് ആൻറ്റിബയോട്ടിക്സ് ഷുഡ് ബി യൂസ്ഡ് വിത്ത് കോഷൻ ഇൻ പേഷ്യൻ്റ് വിത്ത് ലിവർ ഡിസ്ഫങ്ഷൻ. ലിവർ പ്രശ്നമുള്ളവർക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. പ്രഗ്നൻസി കാറ്റഗറിയിൽ അസിത്രോമൈസിനും എറിത്രോമൈസിനും നമുക്ക് ഉപയോഗിക്കാം. അതേസമയം ക്ലാരിത്രോമൈസിന് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് അത് കാറ്റഗറി സി എന്ന് പറയുന്നത്. ഇനി കീറ്റോലിഡ്സ് എന്ന് പറഞ്ഞാൽ മാക്രോലിഡ്സ് ഗ്രൂപ്പ് പെട്ട ഒരു സാധനം തന്നെയാണ് കീറ്റോലിഡ്സ്. ഇത് ഒരു മാക്രോലിഡിനെക്കാട്ടും കുറച്ചുകൂടെ ബ്രോഡ് സ്പെക്ട്രം ആക്ടിവിറ്റി ഉണ്ട്, കുറച്ചുകൂടെ കൂടുതൽ ഓർഗാനിസത്തിനെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിന്. അതുപോലെ തന്നെ ഈ മാക്രോലിഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകളൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. മാക്രോലിഡ് കൊണ്ട്
എഫക്റ്റീവ് അല്ലാത്ത അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കീറ്റോലിഡ്സ് ഉപയോഗിക്കാം. ഇനി the only ketolyds on market of this moment is ടെലിത്രോമൈസിൻ. ടെലിത്രോമൈസിൻ മാത്രമാണ് കീറ്റോലിഡ്സിൻ്റെ ഗ്രൂപ്പിൽ നമുക്കിന്ന് വാങ്ങാൻ കിട്ടുന്നത് കേട്ടോ. വേറെ ഒന്നാണ് ലിങ്കോസാമൈഡ്. ലിങ്കോസാമൈഡിൽ വരുന്നത് ലിങ്കോമൈസിനും ക്ലിൻഡാമൈസിനുമാണ്. അപ്പോൾ ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്കോസാമൈഡ് പ്രിവെൻറ്റ് ബാക്ടീരിയ റിപ്ലിക്കേറ്റിംഗ് ബൈ ഇൻ്റർഫിയറിംഗ് വിത്ത് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വളർച്ചയെ തടയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസിൻ്റെയും സ്റ്റഫൈലോകോക്കസിൻ്റെയും ഒക്കെ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അമിനോഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാക്ടീരിയസിഡലാണ്. അതായത് ബാക്ടീരിയോസ്റ്റാറ്റിക് അല്ല, ബാക്ടീരിയസിഡൽ, അല്ലെങ്കിൽ ഇതിനെ ഓർഗാനിസത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ആൻറ്റിബയോട്ടിക്സ് ആണ്. അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോട്ടീൻ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ദ ബാക്ടീരിയ ഫ്രം മേക്കിംഗ് പ്രോട്ടീൻസ്. അങ്ങനെ അത് നശിച്ചു പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. സാധാരണ ഇത് നമ്മൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമിനോഗ്ലൈക്കോസൈഡ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അമിനോഗ്ലൈക്കോസൈഡ് മേ ബി യൂസ് അലോങ് വിത്ത് പെൻസിൽ ഓർ സെഫാലോസ്പോറിൻ ടു ഗീവ് 2-pronged അറ്റാക്ക് ഓൺ ദി ബാക്ടീരിയ. അപ്പോൾ കുറച്ചുകൂടി നല്ല എഫക്റ്റീവായുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ പെൻസിലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സെഫാലോസ്പോറിൻ്റെ കൂടെയോ അമിനോഗ്ലൈക്കോസൈഡ്സ് കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള എന്താണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അവിടെ നടക്കും. ഇനി അതുപോലെ തന്നെ ഇതിനെ നമുക്ക് വായിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഗുളിക രൂപത്തിൽ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. കാരണം എന്താണ്, വയറിലെത്തിക്കഴിഞ്ഞാൽ, സ്റ്റൊമക്കിലെത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് ബ്രേക്ക് ഡൗൺ ആയി പോകും. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് നമുക്ക് ഇഞ്ചക്ഷൻ വഴി അമിനോഗ്ലൈക്കോസൈഡ് കൊടുക്കുന്നതാണ്. മെയിനായിട്ട് കാണപ്പെടുന്ന അമിനോഗ്ലൈക്കോസൈഡ്സ് അമിക്കാസിന്, ജെൻഡാമൈസിന്, നിയോമൈസിന്, സ്ട്രെപ്റ്റോമൈസിന്, ടോബ്രാമൈസിന്, ഇത്രയാണ് മേജറായിട്ടുള്ള അമിനോഗ്ലൈക്കോസൈഡ്സ് കേട്ടോ. ഇനി വേറൊന്നാണ് ഫ്ലോറോകൊയിലോലോൺസ്. ഇത് ഏതെങ്കിലും നമ്മളെ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്നതല്ല, പകരം സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ദേ ആർ സിന്തറ്റിക് ആൻറ്റിബയോട്ടിക് നോട്ട് ഡിറൈവ്ഡ് ഫ്രം ബാക്ടീരിയ. Fluoroquinolones are broad-spectrum bactericidal drugs that are chemically unrelated to penicillin or the cephalosporin. ഇപ്പോൾ ഈ ഫ്ലോറോക്വിനോക്കോൾസ് പറഞ്ഞാൽ ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ആണ്. അതുപോലെ തന്നെ ബാക്ടീരിയസിഡൽ ഡ്രഗ്സ് ആണ്. അതുപോലെ തന്നെ ഈ നമ്മൾ പെൻസിലിനോടോ അല്ലെങ്കിൽ സെഫാലോസ്പോറിനോടോ ആയിട്ടുള്ള അതിൻ്റെ ഒന്നും കെമിക്കൽ സ്ട്രക്ചർ പോലെയല്ല. കെമിക്കൽ സ്ട്രക്ചർ ഇതിൻ്റെ ഫ്ലോറോക്വിനോലോൺസിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് പെൻസിലിനും അല്ലെങ്കിൽ സെഫാലോസ്പോറിനുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോറോക്വിൻ ഇൻഹിബിറ്റ് ബാക്ടീരിയ ബൈ ഇൻ്റർഫിയറിംഗ് വിത്ത് ദെയർ എബിലിറ്റി ടു മേക്ക് DNA അല്ലേ, DNA ഉണ്ടാക്കുന്നതിന് അതിനെ തടയുകയാണ് സാധാരണ ചെയ്യുന്നത്. അത് തന്നെ ദിസ് എഫക്റ്റ് ഈസ് ബാക്ടീരിയസിഡൽ. അങ്ങനെ ആ ബാക്ടീരിയ ചത്തുപോവുകയാണ് അല്ലെങ്കിൽ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. Because of their excellent absorption, fluoroquinolone can be administered not only by intravenous but orally as well. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരം ഇതിനെ അബ്സോർബ് ചെയ്യും ഈ ഫ്ലോറോക്വിനോലോൺസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഞ്ചക്ഷൻ വഴിയോ അല്ലെങ്കിൽ ടാബ്ലറ്റ് വഴിയോ ഒക്കെ അല്ലെങ്കിൽ ഓറലോ ഒക്കെ നമുക്കിതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഫ്ലോറോക്വിനോലോൺസ് പറയുന്നത് സിപ്രോഫ്ലോക്സാസിന്, ലെവോഫ്ലോക്സാസിന്, നോർഫ്ലോക്സാസിന്, ഒഫ്ലോക്സാസിന്, മോക്സിഫ്ലോക്സാസിന്, ഇതാണ് പ്രധാനപ്പെട്ട ഫ്ലോറോക്വിനോലോൺസ്. അപ്പോൾ ഇതിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്, സ്കിൻ ഇൻഫെക്ഷന്, റെസ്പിറേറ്ററി ഇൻഫെക്ഷന്, ഇതിനെതിരെയൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ഫ്ലോറോക്വിനോലോൺസ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് പറഞ്ഞാൽ നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, അബ്ഡോമിനൽ പെയിൻ. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ വളരെ അപൂർവമായിട്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമൊക്കെ നശിച്ചു പോകും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ടെൻഡൻ, മസിലിൻ്റെ ടെൻഡൻസിനൊക്കെ
പ്രോബ്ലംസ് സാധാരണഗതിയിൽ അപൂർവമായിട്ടൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പ്രഗ്നൻസിൻ്റെ കേസിൽ കാറ്റഗറി സി ആണ്. അതുകൊണ്ട് അത്ര റെക്കമെൻഡഡ് അല്ല. പ്രഗ്നൻസി സമയത്ത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി എന്താണ് ടെട്രാസൈക്ലിൻ? ഇതൊരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൻ്റെ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ വൈഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസത്തിന്, അതുപോലെ തന്നെ റിക്കറ്റ്സിയെയും അതുപോലെ തന്നെ അമീബിക് പാരസൈറ്റിനെതിരെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടെട്രാസൈക്ലിൻ. നമുക്കറിയാം എലിപ്പനിയൊക്കെ വരാതിരിക്കുക. നമ്മൾ ഈ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ പഞ്ചായത്തു നിന്നും അതുപോലെ ഹെൽത്ത് സെൻറ്ററിൽ നിന്നൊക്കെ നമുക്ക് ടെട്രാസൈക്ലിൻ ഗുളികളൊക്കെ തന്നിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആൻറ്റിബയോട്ടിക്കാണ് ടെട്രാസൈക്ലിൻ. അപ്പോൾ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, സൈനസ്, മിഡിൽ ഇയർ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്, അതുപോലെ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷനെതിരെയൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ യൂസ് ടു ട്രീറ്റ് ഗൊണേറിയ, റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ, ലൈം ഡിസീസ്, ടൈഫസ്, ഇതിനെതിരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മേജറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഇതിൽ വരുന്നത് ടെട്രാസൈക്ലിന്, ഡോക്സിസൈക്ലിന്, മൈനോസൈക്ലിന് ആൻഡ് ഓക്സി ടെട്രാസൈക്ലിൻസ്. ഇത്രയും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്രാംസ് ഓർ ബേണിങ്, സ്റ്റൊമക്കിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡയേറിയ, സോർ മൗത്ത് ഓർ ടങ്, അതുപോലെ തന്നെ സ്കിന്നിനുണ്ടാകുന്ന ഫോട്ടോ സെൻസിറ്റിവിറ്റി, വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകുക, അലർജിക് റിയാക്ഷൻസ്. ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ ചിൽഡ്രൻസ് അണ്ടർ ദി ഏജ് ഓഫ് 8 ആൻഡ് സ്പെഷ്യലി ഡ്യൂറിങ് പീരീഡ് ഓഫ് ടൂത്ത് ഡെവലപ്മെൻറ്റ്. ഉണ്ടാവും കുട്ടികൾ പല്ലൊക്കെ ഉണ്ടാകുന്ന സമയത്തൊന്നും ഉപയോഗിക്കുക, അല്ല 8 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് അവർക്ക് പല്ലിൻ്റെ വളർച്ചയൊക്കെ പ്രശ്നം ഉണ്ടാവുകയും പല്ലിന് ചെറിയ ചെറിയ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു കാറ്റഗറി ഡി ആണ്. പ്രഗ്നൻസിൻ്റെ കേസിൽ തീരെ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിൻ്റെ ബോണിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ലാസ്റ്റാണ് ക്ലോറാംഫെനിക്കോൾസ്. ഇറ്റ് ഈസ് എ ബാക്ടീരിയോസ്റ്റാറ്റിക്. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൻ്റെ വളർച്ചയെ തടയുന്നതാണ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പ്രോടിപ്പിക്കൽ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് അലോങ്സൈഡ് ദി ടെട്രാസൈക്ലിൻ ആൻഡ് ആസ് is both cheap and easy manufacture. It is frequently antibiotic of choice in developing world. വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആൻറ്റിബയോട്ടിക്കാണ്. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലൊന്നും അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കാത്തൊരു സാധനമാണ് ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് effective against a wide variety of gram positive and gram negative including most anaerobic organisms. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് കൂടെ പറയാം. The most serious adverse effect associated with chloramphenicol treatment is bone marrow toxicity. Bone marrow toxicity ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് വലിയൊരു പ്രശ്നമാണ്. യൂസ് ഓഫ് ഇൻട്രാവീനസ് chloramphenicol ഹാസ് ഓൾസോ ബീൻ അസോസിയേറ്റഡ് വിത്ത് ഗ്രേ ബേബി സിൻഡ്രോം. അതുപോലെ തന്നെ അതർ ലെസ് സീരിയസ് റിയാക്ഷൻ ഇൻക്ലൂഡ് ഫീവർ, റാഷസ്, ഹെഡേക്ക്, കൺഫ്യൂഷൻസ്. ഇത്രയുമാണ് നമുക്ക് ഈ ക്ലോറാംഫെനിക്കോളിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്.